അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ശ്രീത് പണിക്കർ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ തിരുത്തും, തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭരണവിരുദ്ധ വികാരമാണെന്ന് സമ്മതിക്കുമ്പോഴും പിണറായി ശൈലി മാറ്റേണ്ട എന്ന രീതി പാർട്ടി സെക്രട്ടറി തന്നെ തുറന്നു പറയുമ്പോൾ എങ്ങനെ തിരുത്താനാണ്, എവിടെ തിരുത്താനാണ്, എങ്ങനെ തിരുത്തി തുടങ്ങാനാണ്? അല്ല, ഈ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടാവും. കാരണം അവിടുത്തെ മേജർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് BJP ആണ്, മറ്റത് കോൺഗ്രസ്സാണ്. കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാന മത്സരം. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ UDF അല്ലെങ്കിൽ BJP എന്ന ഓപ്ഷനിലേക്ക് വരും. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഈ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, ദേശീയ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണയായിട്ട് കോൺഗ്രസ് മേൽക്കൈ നേടുന്നത്. ഇപ്പോൾ 1977 20 സീറ്റിലും ജയിച്ചു, 84 അത് 17 സീറ്റിൽ ജയിച്ചു, 89 16 സീറ്റ് ജയിച്ചു, 2009 16 സീറ്റ് ജയിച്ചു, 2019 19 സീറ്റ് ജയിച്ചു. അപ്പോൾ അങ്ങനെയാണ് UDF സാധാരണ ജയിക്കാൻ, UDF-നാണ് മേൽക്കൈ ഉണ്ടാകുന്നത്. പക്ഷേ തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പ്രശ്നമെന്ന് വെച്ചാൽ ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു 16 സീറ്റ് വരെയൊക്കെ ന്യായമായിട്ട് UDF ജയിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത, മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുണ്ട്, തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് CPM-ൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. UDF ജയിക്കാൻ മാത്രമല്ല ചെയ്തത്, BJP-യുടെ വോട്ട് ഷെയർ വല്ലാതെ വർദ്ധിച്ചു. അത് ചോർന്നു പോയിട്ടുള്ളത് ഇടതുപക്ഷത്തു നിന്നാണ് എന്ന കാര്യം വ്യക്തമായി. സാധാരണ ഇതിൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് BJP-യിലേക്ക് പോയി. ഇത്തവണ അങ്ങനെയല്ല, ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. അത് തിരുവിതാംകൂർ ഭാഗത്ത് വളരെ പ്രകടമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ, ഒരു പരിധിവരെ മണ്ഡലത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് സ്വാഭാവികവുമാണ്. പക്ഷേ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മലബാർ മണ്ഡലങ്ങളിൽ വലിയ BJP-യിലേക്ക് പോകുന്നു. ആ പോയിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ്. പാർട്ടിക്കാർ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് വോട്ട് BJP-ക്ക് പോകും. അതുകൊണ്ടൊരു കാര്യമില്ലേ, മറ്റുള്ളിടത്ത് കാണാത്ത, ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസമാണ്. അതിനുപരിയായിട്ട് ജയിച്ച UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വല്ലാതെ അത് തന്നെ UDF-ൻ്റെ വോട്ട് വരുന്നതുകൊണ്ടല്ല, മറിച്ച് LDF സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇളമരക്കരി 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റത്. ഏറ്റവും അധികം CPM അങ്ങയിലേക്ക് വരാം.